ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കല്ലേ അല്ലേ? അപ്പം ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടാ. മഴയും വെയിലെല്ലാം ഇതാ മാറി മാറി വരുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു മഴയുള്ള രാവിലെയാണ് കേട്ടാ. ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അടുക്കളയിലേക്ക് വരുമ്പം. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരിലുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മളെ കൂട്ടുകാരെല്ലാവരും കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളെ വിലയേറിയ കമൻറ്റൊക്കെ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാണ്. നിങ്ങളെ കമൻറ്റെല്ലാം കാണുമ്പോഴാണ് എനിക്ക് വീഡിയോസ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആ ഒരു തോന്നൽ വരുന്നത്. അപ്പോൾ ഏട്ടൻ തലേന്ന് തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചു. നമ്മൾ അരിദോശക്കുള്ള അരിയും പുതിർത്തിട്ടുണ്ടായിരുന്നു തലേന്ന് തന്നെ. പിന്നെ നല്ല അയില മുളകിട്ടതും കൂടി വറ്റിച്ചിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ചായൻ്റെ വെള്ളം ഗ്യാസിൻ്റെ മേലേക്ക് വെക്കാൻ വരുമ്പോഴാണ് നമ്മളെ ഗ്യാസിൻ്റെ ഒരടുപ്പ് ഇടയ്ക്കൊരു പണി തരും കേട്ടോ. കുറച്ചിങ്ങനെ കത്തിയിട്ടും കെട്ടിട്ടെല്ലാം കളിക്കും കേട്ടോ. അപ്പോൾ അതിന് ഒന്നഴിച്ച് ജസ്റ്റ് ഒരു ഊതലെല്ലാം കൊടുത്ത് ഒരു മന്ത്രമെല്ലാം കൊടുത്തപ്പാടും അത് സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം നമ്മളെ കുടിവെള്ളം പിന്നെ തലേന്ന് തന്നെ ചൂടാക്കിയതുണ്ട്. അതൊന്ന് ജസ്റ്റ് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കള പണികളെല്ലാം രാവിലെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ എന്ന് പറഞ്ഞാൽ വെരി 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 ബിസി ഡേ ആണ്. നമ്മളെല്ലാ വീട്ടമ്മമാർക്കും അല്ലേ എങ്ങനെയെങ്കിലും പണിയെല്ലാം ഒരുങ്ങി നമ്മുടെ മക്കളെയും ഭർത്താക്കന്മാരെയും എല്ലാം ഓരോ ഭാഗത്തേക്ക് പറഞ്ഞയച്ചിട്ട് വേണം നമുക്കൊന്ന് റെസ്റ്റ് എടുക്കാനല്ലേ. അപ്പോൾ അമ്മ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. വേഗം തന്നെ ഞാനിതാ ചിക്കൻ ഒന്ന് പെരക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്കാണെങ്കിൽ പിന്നെ ചിക്കൻ കണ്ടു കഴിഞ്ഞാൽ പൊരിക്കണം നല്ല പൊരിക്കണമേ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ പിന്നെ ഇന്നിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ട് വേഗം അതൊന്ന് ജസ്റ്റ് കറി വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ഒരു കറി വെച്ച് കഴിഞ്ഞാൽ രണ്ടുണ്ട് കാര്യം. നമ്മളെ ദോശക്കുള്ള കറിയുമായി ഉച്ചക്കേക്കുള്ള കറിയുമായി. അപ്പം വേറെ കറികളൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ആ ഒരു ഐഡിയ മനസ്സിലുള്ളത് കൊണ്ടാണ് ഞാൻ വേഗം രാവിലെ തന്നെ ചിക്കൻ്റെ മേലേക്ക് നിന്നത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മീൻ കറി വേണം, പിന്നെ അതിനൊരു പൊരിച്ചത് വേണം. ചിക്കൻ ആകുമ്പം അവർ ഹാപ്പി ആയിരിക്കും. പിന്നെ നമ്മൾ ചോറിൻ്റെ വെള്ളവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഒരു നീട്ടിയൊരു ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് കല്ലിൽ ഇങ്ങനെ ഒന്ന് കുത്തിയെടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പം ചിക്കൻ കറി വെക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മളെ തേങ്ങയെല്ലാം വറുത്തരച്ചിട്ട് വെക്കുമല്ലോ, ആ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം. ഇങ്ങോട്ട് എല്ലാവരും അത് തന്നെയാണ് കേട്ടോ വെക്കുക. പിന്നെ ഞാൻ ഇടയ്ക്കാണ് നമ്മൾ ഈ പൊടികൾ ഇട്ടിട്ട് മാത്രം വെക്കുക, ജസ്റ്റ് വഴറ്റി വെക്കുക, റോസ്റ്റ് എന്നെല്ലാം പറയില്ലേ അതുപോലെ. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. വറുത്തരക്കാനൊന്നും നിന്നിട്ടില്ല, ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പണിപ്പുരയിലുള്ള കേട്ടോ. പരമാവധി ഞാൻ ഈ നമ്മൾ പറയുന്ന വാക്കിൽ കേട്ടാ എന്നുള്ള ആ ഒരു സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാലും എന്നോട് ഫ്രണ്ട്സും റിലേറ്റീവ്സ് എല്ലാം പറയും കേട്ടാന്ന് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ പതിയെ ഓക്കെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമ്മളെ കേട്ടാന്നുള്ളത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, കേട്ടാന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പോൾ നമ്മൾ ചോറിൻ്റെ വെള്ളം തിളച്ചിട്ട് അരി ഇട്ട് കേട്ടോ. പിന്നെ നമ്മൾ ചീനച്ചട്ടി ചൂടായിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി അതിലേക്ക് നമ്മളെ ഉള്ളിയും ഇട്ടിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വഴന്നൊന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ തക്കാളീനെ അതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലോണം വാടി വരുമ്പോഴാണ് നമ്മൾ കുറച്ച് തക്കാളീനെ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഞാനിങ്ങനെയാണ് കേട്ടോ ചിക്കൻ വഴറ്റുമ്പം വെക്കൽ. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലിലുള്ള ചിക്കൻ കറിയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മല്ലിപ്പൊടി വറുത്തതാണ് കേട്ടോ, അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ വെന്ത ആ ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാലയിലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഗ്രേവി വേണമെങ്കിൽ കുറച്ച് വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് കേട്ടോ വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു സംഭവം ഉള്ളിയും തക്കാളിയും വഴറ്റിയത് എന്ത് ചെയ്യുന്നുണ്ട് എന്നറിയാം, നമ്മളെ കറിയിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇട്ടിട്ട് എല്ലാ ഭാഗത്തേക്കും യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തിളക്കുന്നുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് കുരുമുളക് ഉണ്ടായിട്ടില്ലേ, കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വറ്റിച്ചിട്ട് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല സൂപ്പറായിരിക്കും. അതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടിപ്പോയിട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ആ ഒരു ഫ്ലേവർ വരുമല്ലോ.
അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അധികം ടൈറ്റ് ആയിട്ടല്ല, ലൂസായിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്. അപ്പോൾ നമുക്ക് കറി ഉച്ചക്കേക്കും എല്ലാം എത്തണമല്ലോ. അപ്പോൾ ഞാനിത് അരിദോശക്കുള്ള അരി അരച്ചിട്ടുണ്ട്. ദോശയും ഇപ്പുറത്ത് ചുടുന്നുണ്ട്. ചിക്കൻ കറിയിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ തേജൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം ഓനൊരു ദോശ എടുത്തിട്ട് ചിക്കൻ കറിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ തേജു ചായക്ക് ഇരുന്നിട്ടുണ്ട്. ദേവൂട്ടൻ എണീറ്റില്ല കേട്ടോ. ദേവൂട്ടൻ തേജു എല്ലാം ചായ കുടിച്ച് പകുതി ആകുമ്പോഴാണ് എൻ്റെ ദേവൂട്ടൻ എന്തെയ്യോ എണീറ്റ് വരിക. അപ്പോഴത്തേക്ക് ഇതാ നമ്മുടെ ചോറ് വെന്തിട്ട് സെറ്റായിട്ടുണ്ട്. ഞാൻ വേഗം ഇതാ ചോറ് വാർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലിടയ്ക്ക് അമ്മ അടിച്ച് വാരലും അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തേജുവിൻ്റെ സ്നാക്സ് എല്ലാം ഞാൻ എടുത്തു വെച്ചു. അപ്പം ദേവൂട്ടൻ ഇതാ വേഗം എണീറ്റ് വന്ന് പല്ലെല്ലാം തേച്ചിട്ട് ചായക്ക് ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അച്ഛനുണ്ട് കേട്ടോ, ഏട്ടനുണ്ട്. അപ്പോൾ ഏട്ടൻ നൈറ്റ് കൊണ്ടുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിന്. അങ്ങനെ അച്ഛനും മോനും വന്നു കേട്ടോ. സ്കൂളിലേക്ക് പോയത് റോഡിന് കൊണ്ടാക്കാൻ വേണ്ടി പോയി. പിന്നെ ഞാനിതാ വന്ന് അലക്കാൻ വന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് പണിയൊന്നുമില്ലേ, അതുകൊണ്ട് അമ്മയും ഉണ്ട് ഇന്ന് അലക്കാൻ. അല്ലെങ്കിൽ രാവിലെ തന്നെ അമ്മ കുറച്ച് അലക്കിയിട്ട് പോകും, ബാക്കിയുള്ളത് ഞാൻ അലക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടാളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അലക്കുന്ന അമ്മ തിരുമ്പുന്നു, അല്ലെങ്കിൽ അമ്മ അലക്കും ഞാൻ തിരുമ്പും. അങ്ങനെയെല്ലാം തന്നെ നമ്മൾ രണ്ടാളും മാറി മാറി ചെയ്യും എല്ലാ പണികളും. അപ്പോൾ ഇന്നിപ്പോൾ അമ്മ വീട്ടിൽ തന്നെ ഉള്ളതുകൊണ്ട് പിന്നെ അമ്മ കുറച്ച് സമയം സഹായിക്കാനുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ രാവിലെ കുറച്ച് അലക്കിയിട്ട് അമ്മ അങ്ങ് പോകും പണിക്ക്. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും നമ്മളെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്, വർക്കൗട്ടിന് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോകുമ്പോൾ കുറച്ച് നമ്മൾ നേന്ത്രപ്പഴവും കൂടി വാങ്ങിയിട്ട് ആണ് കേട്ടോ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ഞാൻ നമ്മൾ ചിക്കൻ കറി മാത്രമാണല്ലോ വെച്ചത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് പിന്നെ വന്നിട്ട് ഏട്ടനുണ്ടല്ലോ വീട്ടിൽ, എനിക്ക് മാത്രമാണെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അമ്മയുണ്ടല്ലോ. അപ്പം നമ്മളെ ഉള്ളിയും തക്കാളിയും പച്ചമുളകെല്ലാം ഒന്ന് നല്ലോണം ചെറുതായി മുറിച്ചിട്ടിട്ട് എണ്ണയിൽ നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനാണെന്ന് അറിയില്ലായിരിക്കും, അപ്പോൾ ഒരു സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ടാണ്. സ്പെഷ്യലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും അയ്യേ ഇതാണോ സ്പെഷ്യലെന്ന്. സ്പെഷ്യലൊന്നല്ല, അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ കുറച്ച് മുട്ട വറവാക്കാനാണ്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഒരു 2-3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉടച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് വഴറ്റിയിട്ടാകുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ഇടുന്നുണ്ട്. അപ്പോൾ തേങ്ങ ഇട്ടാൽ നമ്മളെ ചട്ടി ഒന്ന് ചെറുതായിട്ട് ഒന്ന് കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൈപ്പടി കണ്ടെന്നാൽ മതി. അപ്പോൾ ഇതാ മുട്ടയും അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട വറവാണ്. നല്ല തക്കാളിയും മുളക് പൊടിയും നല്ലോണം ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ മുട്ട വറവിന്. അപ്പോൾ ഇങ്ങനെ ആക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചില ആൾ ഉള്ളി മാത്രമേ ഇടുള്ളൂ, എൻ്റെ വീട്ടിൽ നിന്നല്ല ഉള്ളി മാത്രമേ ഇടും കേട്ടോ, തക്കാളി ഇടൂല. പക്ഷേങ്കിൽ ഇത് തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് സ്പീഡായി പോയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. അതിനിടയിൽ ഞാനിതാ പപ്പടവും വാട്ടിയിട്ടുണ്ട്. നമ്മൾ മുട്ട വറവല സെറ്റായിട്ടുണ്ട്. ഇതാ ഞാൻ ചോറിന് എടുത്തിട്ടുണ്ട്. ആ അയില ഫ്രൈ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കണ്ട, ഞാനൊന്ന് നമ്മളെ ഷോർട്സിലിടാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പം ചക്കീൻ്റെ അയിലാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് മോഷ്ടിച്ചിട്ട് ഇപ്പുറത്തേക്ക് എടുത്തതാണ്. പിന്നെ വൈകുന്നേരം ഇതാ മക്കൾ വന്ന് തേജുവിന് ഞാൻ രാവിലത്തെ ദോശയാണ് കൊടുത്തത്. അപ്പോൾ ദേവൂട്ടൻ പറഞ്ഞ ദോശ വേണ്ടാന്ന്. അങ്ങനെ ദേവൂട്ടന് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓനത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചായ കൂടിയും ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കലും എല്ലാം നടക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടയിൽ പോയിട്ട് ഒന്ന് താടാന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഓനൊന്ന് എൻ്റെ വായിലെല്ലാം വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റെഡ് കളറായിട്ട് അതിനെക്കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. അമ്മയെ ലിപ്സ്റ്റിക് ഇട്ടതുപോലെ ഉണ്ട് അമ്മയെന്നെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ അന്ന് പിന്നെ ഉച്ചയ്ക്ക് ശേഷം നല്ല ഒരു വെയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തുണികളെല്ലാം ഒന്ന് ഉണങ്ങാനിട്ടാണ് നമ്മളെ ഗേറ്റിൻ്റെ മേലെ. അപ്പോൾ ചക്കിക്കൂട്ടനിടാൻ എൻ്റെ കൂടെ വരുന്നുണ്ട് തുണിയെടുക്കാനും പിന്നെ പോവാനും എല്ലാം. അപ്പോൾ ഞാനിങ്ങനെ ഓരോ തുണികളായിട്ട് വെയിൽ കണ്ട പാടും എടുത്തിട്ടതാണ്. ഇത് ഇന്ന് അലക്കിയതല്ല, കുറച്ച് പിന്നെ പഴയ തുണികൾ ഉണങ്ങാനുള്ളതും അങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിനെ. അപ്പം അതെല്ലാം ഒന്ന് വേഗം എടുത്തിട്ട് വെക്കുന്നുണ്ട്. ഏകദേശം വൈകുന്നേരം ആയല്ലോ. പിന്നെ ഞാനിതാ തുണികളെല്ലാം എടുത്ത് ഉണങ്ങിയതും ഉണങ്ങാത്തതും എല്ലാം വേറെ വേറെ ആക്കിയിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണങ്ങാത്തത് ഞാൻ മേലെ ആറിയിടുക കേട്ടോ. അപ്പോൾ ഇതെൻ്റെ കൂടെ തന്നെ നമ്മളെ ചക്കിയും ഉണ്ട്. അപ്പോൾ ചക്കി ഇപ്പം കുറേ ആയിട്ട് നമ്മളങ്ങനെ ആത്ത് കയറ്റലില്ല. കാരണം ഒരു 2-3 ആഴ്ചയോളം ചക്കി മിസ്സായിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഒരു ഭയങ്കര സങ്കടേനും മക്കൾക്കും നമ്മൾക്കെല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ടായിന്. കാരണം നമ്മളെ അകത്തുനിന്ന് തന്നെ നോക്കുന്ന പൂച്ചയല്ലേ. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വരുമ്പം എന്താ പറയുക, നമ്മളെ ചക്കീൻ്റെ ബാക്ക് ഭാഗം മലദ്വാരത്തിൻ്റെ ഭാഗം മൊത്തം പൊട്ടി നാശമായിട്ട് വന്നിട്ടുണ്ടായിന്. അങ്ങനെ ആയിട്ട് മരുന്ന് വെച്ച് കൊടുക്കലും അമ്മ മഞ്ഞപ്പൊടി ഇടലും അങ്ങനെയെല്ലാം ഉണ്ടായിന്. അപ്പോൾ അതുകൊണ്ടിപ്പം നമ്മൾ ആത്ത് കയറ്റാൻ ഭയങ്കര പേടിയാണ്. എന്നാലും നമ്മൾ തന്നെയാട്ടാണ് നോക്കുന്നത്, ഫുഡെല്ലാം കൊടുക്കുന്നത് നമ്മളെ കൂടെ തന്നെയാണ്. അപ്പം പുറത്ത് കൂട്ടിലാണ് ട്ടാക്കൽ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.